Guys, welcome back to Break the Limits with Grace and Ami. നമ്മളെങ്ങോട്ടാ പോകുന്നേ? നമ്മള് നല്ല മഴയാണ്, പാട്ട് പോക്കറി, നല്ല മഴയാണ്, നല്ല വൈബുണ്ട്. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. മഴ ചായ പാട്ട്. ജോൺസൺ മാഷ വേണ്ട, ജോൺസൺ മാഷ വേണ്ട, വേറെ എന്തെങ്കിലും മതി. ജോൺസൺ മാഷൊക്കെ പഴയതാ. നമുക്ക് പുതിയ വല്ല ഭാഷ ഉണ്ടെങ്കിൽ പറയൂ. അപ്പൊ നമ്മള് ഇതിനു മുമ്പ് ഇവിടെ വന്നായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല ടേസ്റ്റ് സാധനം, ഇഷ്ടംപോലെ ആളുണ്ട്. ഇപ്പൊ ഇത്ര മഴയുള്ളതുകൊണ്ട് ആളുണ്ടാവുമെന്നൊന്നും അറിയില്ല. അതെ, അപ്പൊ പറ്റിയതല്ലേ, തുറക്കുമെന്നും അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. മഴ കാരണം ക്ലോസ് ചെയ്യുമെന്നും അറിയത്തില്ല. അവരത് വൈകുന്നേരം തുറക്കത്തുള്ളൂ. സോ ഇന്നലെ ഞങ്ങളൊന്ന് ജസ്റ്റ് വണ്ടൂർ വരെ പോയപ്പോൾ അവിടെ തുറന്നിട്ടില്ലായിരുന്നു. തുറന്നാൽ നമ്മുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ നമ്മുടെ നിർഭാഗ്യം. അപ്പോൾ ഗൈസ്, നമ്മൾ പൂക്കോട്ടുംപാടം ടൗൺ കഴിഞ്ഞിട്ട് നേരെ 5-ാം മൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് നേരെ ലെഫ്റ്റിലേക്ക് തിരിയണം. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സ്ട്രെയിറ്റ് റോഡായിരിക്കും. നമുക്ക് പിന്നെ ലെഫ്റ്റ് റൈറ്റ് തിരിയാനൊന്നും ഉണ്ടായിരിക്കില്ല, നേരെ സ്ട്രെയിറ്റ് റോഡിലേക്ക് പോയാൽ മതി. ഉണ്ടോ, അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നേരെ വിടാം. തുറന്നിട്ടില്ല, ആളുകളൊന്നും ഇല്ലല്ലേ. കണ്ടോ, വെള്ളമുണ്ട്. തേമേ തുറക്കണേ, തേമേ തുറക്കണേ, തേമേ തുറക്കണേ. അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലമൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം, ചായ കുടിക്കാം, പോകാം. എണ്ണ എടുക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തതാ, കൊടയൊക്കെ പിടിച്ച്. താങ്ക്സ്. ചായ കുടിച്ചോ? ബൂസ്റ്റിന്റെ ടേസ്റ്റ് ഉണ്ടെന്ന്. ചായക്കിന് എന്ത് ടേസ്റ്റാ നോക്കാം. നല്ല മഴയാണ് കേട്ടോ. മഴ ചായ പാട്ടില്ല കേട്ടോ. നമുക്കിനി റെക്കമെൻഡ് ചെയ്യവരോട് നല്ല സ്പീക്കർ വെച്ചിട്ട് പാട്ടൊക്കെ ഇടാം. മഴ കൊണ്ട് തണുക്കുന്നു. ഇത്ര ആളെ റിസ്ക് എടുത്തിട്ടൊക്കെ വരുന്നല്ലേ. അതെ, നാച്ചുറാലിറ്റി വേണം നമുക്ക്. എടാ, ഒരു 3 മുട്ട ബജി പാർസലാണ്. അപ്പൊ ഞങ്ങൾ പുറത്തൊക്കെ പോയി ചായ കുടിച്ചിട്ടാണ് വന്നത്. പിന്നെ കാറിലേക്ക് ഒരു ആവശ്യത്തിന് വരേണ്ടി വന്നു. അപ്പൊ ഇവിടെ ഭയങ്കര മഴ, ഞങ്ങൾ ആകെ നനഞ്ഞു കുളിച്ച് വന്നേട്ടാ. മഴയത്ത് പെട്ടിരിക്കുകയായിരുന്നു. അതെ, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ നിൽക്കാണ്ട് കാത്തിരിക്കാണ്ട് ഞങ്ങള് പിന്നെ ഞങ്ങളുടെ സൂക്കിടുണ്ട് മഴയത്ത് ഇറങ്ങി ഓടി. കാറ് കുറച്ച് ഇങ്ങോട്ടായിരുന്നു, ഫ്രണ്ടിലേക്കായിരുന്നു ഞങ്ങൾ പാർക്ക് ചെയ്തത്. അപ്പൊ മഴയത്ത് നനഞ്ഞ കോഴികളെ പോലെ, പിന്നെ ഞാൻ കോഴികളെ പോലെ ഞങ്ങളിപ്പോ നിക്കാണ്. അതെ, നമുക്ക് മഴ വന്നപ്പോ ഇങ്ങോട്ടേക്ക് കേറി. ഇവിടെ ഒരു ഷെൽട്ടറൊക്കെ ഉണ്ട്, പിന്നെ ചായ കുടിക്കുമ്പോൾ മഴ നനയാതെ ഒക്കെ കുടിക്കാം. ഞങ്ങൾ കാറ് കുറച്ച് ദൂരോട്ട് ഇട്ടതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഓടി പോകണം. ഇട്ട പുട്ടിയൊക്കെ പോയി. ആകെ ഒരു ഐലൈനർ ആയിരുന്നു. വാട്ടർ പ്രൂഫ് ഒക്കെ മേടിക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ, നിങ്ങളിങ്ങനെ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ നമുക്ക് വാട്ടർ പ്രൂഫ് അല്ല അതൊക്കെ ഇതില് നീ വാട്ടർ പ്രൂഫ് വാങ്ങണ്ട. അപ്പൊ അങ്ങനെ
പിന്നെന്താ, നല്ല മഴയാണ്. അതെ, നല്ല ഇവിടെ നല്ല ഒരു പുഴയുണ്ട്, അതൊക്കെ കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ല മഴയായി, അപ്പം മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ട് പോകണം. പിന്നെന്താ, അടിപൊളി ചായയായിരുന്നു. ബൂസ്റ്റ്, ഞാൻ ബൂസ്റ്റിന്റെ ചായ കുടിച്ചേ. അമ്മ ചേച്ചി ചായ, പിന്നെ പരിപ്പുവട വാങ്ങി, പിന്നെന്താ നമ്മള് വാങ്ങിയ മുട്ട ബജിയിലെ എന്താ ചമ്മന്തി, ഒരു രക്ഷയില്ല കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആണ്. വന്ന് കഴിക്കുക തന്നെ ചെയ്യേണ്ട സ്ഥലമാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ബുധനാഴ്ച ലീവാണ് അവര്, ബാക്കിയുള്ള ദിവസങ്ങളുണ്ട്, ബുധനാഴ്ച മാത്രം ലീവാണ്. സോ ഫാമിലി ആയിട്ട് നടത്തുന്നത്, അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കണ്ട. നല്ല കുഞ്ഞു പിള്ളേരൊക്കെയാണ് ചായ ഒക്കെ എടുത്തിരുന്നത്, ചെറിയ പിള്ളേര്. അയ്യോ, അപ്പൊ അങ്ങനെ നമുക്ക് ഇറങ്ങി പാലത്തിന്റെ അടുത്തൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ട് വരാം. ഫുൾ ഒരു ലോങ് ഷോട്ട് കാണിച്ചു തരാം. അതെ. ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വന്നപ്പോ കുറച്ച് കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കുട്ടികളെന്ന് പറയല്ലേ, കണ്ടോ, നല്ല മഴയത്ത് കുടപോലും ഇല്ലാണ്ടാണ് ഉമ്മാരൊക്കെ ഇറങ്ങിയേക്കണത്. അപ്പൊ ഗൈസ്, നമ്മൾ പോയപ്പോ എടവണ്ണയില് ബ്രേക്ക് ദ ലിമിറ്റ്സ് വിത്ത് ഗ്രേസ് ആൻഡ് രാവി. അപ്പൊ ഈ ചേട്ടന്മാര്, പേരെന്താ? അപ്പൊ ഞങ്ങളുടെ കൂടെ ചായ കുടിക്കാൻ വന്നാണ്. മഴയത്ത് നല്ല ചായ. അതെ, അടിപൊളി സൂപ്പർ ചായ. നമ്മുടെ പരിപ്പുവട അതൊക്കെ കഴിച്ചായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അതെ, അമയ ഗ്രേസ് യൂട്യൂബ് ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഗായ്സ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. നനഞ്ഞ് കുതിർത്തിട്ട് വന്ന് വീട്ടിൽ കയറ്റുമോ അതോ പുറത്താക്കുമോ നോക്കാം, നമുക്ക് കാണാം. അതെ, അപ്പോൾ അടുത്ത ടീ സ്പോട്ടും ആയി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഇന്നത്തെ നല്ല അനുഭവമായിരുന്നു, കുറെ നല്ല ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു. ഞങ്ങളിങ്ങനെ ഇറങ്ങിയാലും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെന്താ, ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.